ഒരു 2 തക്കാളി വീട്ടിലുണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ള കറിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ആദ്യം ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ കുറച്ച് ഉലുവായും കടുകും കുറച്ച് ചെറിയ ജീരകവും കറിവേപ്പിലയും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ച് നമ്മൾ അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഇല്ലേ അതും കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വന്നാൽ കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഈ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് ശർക്കരയാണെങ്കിലും ചേർത്താൽ മതി. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് പാനിൽ നിന്ന് വിട്ട് വരുന്നത് ഈ ഒരു പരുവമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ആ ചൂടൊന്ന് ആറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഭരണിയിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1-2 ആഴ്ചയൊക്കെ കേടാവാതെ ഇരിക്കും. അപ്പം, ചോറ്, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റി സൈഡാണ്. ലാസ്റ്റ് ഇത് ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ചോറും കൂടി ഇട്ട് കൂട്ടി കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാ. അപ്പോൾ എങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പം ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.